Hi dear students, വിൻഡോ ടു വ്യൂ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പറയുന്നത്. അതായത് വിൻഡോ ടു വ്യൂ ഫോർ ട്രാൻസ്ഫോർമേഷനിൽ വളരെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിപ്പിംഗ് എന്താണെന്ന് നോക്കാം. When we have to display a large portion of the picture, then not only scaling and translation is necessary. The visible part of picture is also identified. This process is not easy. Certain parts of the image are inside, while others are partially inside. The lines or elements which are partially visible will be omitted. അതായത് നമ്മൾ കാണുന്ന ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് അത് വിസിബിളായിട്ട് പുറമേ ഉള്ള ഒരാൾക്ക് വിസിബിൾ ആവാന്ന് പറയുന്നത് ഭാഗം ആ ഒരു സ്ക്രീനിൽ ഒതുങ്ങുന്ന ഭാഗം മാത്രമായിരിക്കും. ബാക്കി ഭാഗമൊന്നും നമുക്ക് കാണാം, സ്ക്രീനിന് അപ്പുറത്തോട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയില്ല, സ്ക്രീനിലുള്ളത് മാത്രമാവും. അപ്പോൾ സ്ക്രീനിന് പുറമേക്കുള്ള ഭാഗം ഒഴിവാക്കുക. അതേപോലെ പാർഷ്യലായിട്ട് ചില ഭാഗങ്ങളുടെ പകുതി ഭാഗം സ്ക്രീനിലും പകുതി ഭാഗം പുറത്തുമായിട്ടുണ്ടാവും. അങ്ങനത്തെ ഭാഗങ്ങളാണെങ്കിൽ ആ പാർശ്യ ഭാഗം ഒഴിവാക്കി കളയുക. അങ്ങനെ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത്. സ്കെയിലിങ്ങും ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്കെയിലിങ്ങും ട്രാൻസ്ലേഷനൊക്കെ എന്താണെന്ന് അറിയാം. ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതാണ് സെർട്ടൻ പാർട്സ് ഓഫ് ദി ഇമേജ് ഇൻസൈഡ്, കുറച്ച് ഇമേജ് ഇൻസൈഡ് ആവും, കുറച്ച് ഇമേജ് പാർഷ്യലി ഇൻസൈഡ് ആവും, കുറച്ച് ഇമേജ് ഫുള്ളായിട്ട് ഔട്ട് സൈഡ് ആവും. അപ്പോൾ ഔട്ട് സൈഡ് ആയതും പാർഷ്യലി ഇൻസൈഡ് ആയതും അല്ലെങ്കിൽ പാർഷ്യലി ഔട്ട് സൈഡ് ആയതും ഒമിറ്റ് ചെയ്യുക, ഇൻസൈഡ് ആയതും മാത്രം എടുക്കുക. അതിനെയാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഫോർ ഡിസൈഡിങ് ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ പോർഷൻ a particular process called clipping is used. Clipping determines each element into the visible and invisible portion. Visible portion is selected and invisible portion is discarded. പറഞ്ഞ കാര്യം തന്നെ, വിസിബിളായ പോർഷൻസ് സെലക്ട് ചെയ്യുകയും വിസിബിൾ അല്ലാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യുക. ടൈപ്സ് ഓഫ് ലൈൻസ്. പലതരത്തിലുള്ള ലൈനുകളുണ്ട്. മെയിനായിട്ട് 3 തരത്തിലാണ് ലൈനുകളുള്ളത്. ഒന്ന് വിസിബിളായ ലൈൻസ്, ഒന്ന് ഇൻവിസിബിളായത്, ഒന്ന് ക്ലിപ്പ്ഡ്. വിസിബിൾ എന്ന് പറയുന്നത് എ ലൈൻ ഓർ ലൈൻസ് എൻറ്റയർലി ഇൻസൈഡ് ദ വിൻഡോ ഈസ് കൺസിഡർഡ് വിസിബിൾ. അതായത് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരുപാട് ലൈൻസുകൾ എന്തായാലും അത് സ്ക്രീനിൻ്റെ ഉള്ളിലാണ് എങ്കിൽ, ഇൻസൈഡ് ആണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ പേരാണ് വിസിബിൾ. അതേസമയം ഇൻവിസിബിൾ എന്ന് പറയുന്നത് ഒരു ലൈൻ മുഴുവനായിട്ടും ഔട്ട്സൈഡ് ആണെങ്കിൽ, വിൻഡോൻ്റെ പുറത്താണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇൻവിസിബിൾ. ഇനി ക്ലിപ്പ്ഡ്. ക്ലിപ്പ്ഡ് എന്ന് പറയുന്നത് എ ലൈൻ പാർഷ്യലി ഇൻസൈഡ് ദ വിൻഡോ ആൻഡ് പാർഷ്യലി ഔട്ട്സൈഡ് ഈസ് ക്ലിപ്പ്ഡ്. ഫോർ ക്ലിപ്പിംഗ് പോയിന്റ് ഇസ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലൈൻ വിത്ത് ദ വിൻഡോ ഡിറ്റർമിൻ. ക്ലിപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ്റെ പാർഷ്യലി ഇൻസൈഡ്, വിൻഡോൻ്റെ ഇൻസൈഡും പാർഷ്യലി ഔട്ട്സൈഡുമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിപ്പ് ചെയ്യും. ആ പുറത്തുള്ള ഭാഗം കട്ട് ചെയ്ത് പോകും. അതിനെയാണ് ക്ലിപ്പ്ഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. ഫസ്റ്റത്തെ കേസ് നോക്കൂ. കേസ് 1 ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. വിസിബിൾ ലൈനാണ്. കാരണം ഒറ്റൊരു ലൈന് പോലും ഈ സ്ക്രീനിൻ്റെ പുറത്തേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഒക്കെ എന്താണ്, വിസിബിൾ ലൈൻസ് ആണ്. ഈ ഒരു സ്ക്രീനാണ് വിൻഡോ എന്ന് പറയുന്നത്. പക്ഷെ രണ്ടാമത്തെ കേസ് നോക്കൂ. എല്ലാ ലൈനുകളും പുറത്താണ്, ഉള്ളിലൊരു ഒറ്റ ലൈന് പോലും ഇല്ല. അതുകൊണ്ട് അതെന്താണ്, ഫുൾ ഇൻവിസിബിൾ ലൈൻസ് ആണ്. മൂന്നാമത്തെ കേസ് നോക്കൂ. മൂന്നാമത്തെ കേസിൽ കുറച്ച് ലൈന് ഉള്ളിലും കുറച്ച് ലൈന് പുറത്തുമാണ്. അത് പാർഷ്യലി ഇൻസൈഡ് ഓർ പാർഷ്യലി ഔട്ട്സൈഡാണ്. അതുകൊണ്ട് എന്താ പറയുക, ക്ലിപ്പ്ഡ് ലൈൻസ് പറയാം. അതായത് ബാക്കി ഈ പുറത്തുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് പോകും, ക്ലിപ്പ് ചെയ്ത് വരുമ്പോൾ, ക്ലിപ്പിംഗ് പ്രോസസ് കഴിയുമ്പോൾ. പറയാം. ഇൻ ദിസ് ഫിഗർ P1 ആൻഡ് P2 ആർ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. P2 P1 ആണ് വിൻഡോൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ്. അവിടെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് പോകും. അപ്പോൾ B1 എന്നുള്ള പോയിൻറ്റും A1 എന്നുള്ള പോയിൻറ്റും ഉണ്ടാവില്ല, കട്ട് ചെയ്ത് പോകും. ഇനി നാലാമത്തെ കേസ്.
നാലാമത്തെ കേസിൽ വിസിബിൾ ഉണ്ട്, ഇൻവിസിബിൾ ഉണ്ട്, ക്ലിപ്പ്ഡ് ഉണ്ട്. CD എന്നുള്ള വിസിബിൾ ലൈൻ ഉണ്ട്, EF എന്നുള്ള ഒരു ഇൻവിസിബിൾ ലൈൻ ഉണ്ട്, AB എന്നൊരു ക്ലിപ്പ്ഡ് ലൈൻ. അങ്ങനെ 4 കേസാണുള്ളത്. Clipping can be applied through hardware as well as software. In some computers, hardware devices automatically do work of clipping. ക്ലിപ്പിംഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഹാർഡ്വെയറിലും അതേസമയം സോഫ്റ്റ്വെയറിലും അപ്ലൈ ചെയ്യാം. ഇൻ സം ചില കമ്പ്യൂട്ടേഴ്സിൽ ഹാർഡ്വെയർ ഡിവൈസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ ക്ലിപ്പിംഗ് പ്രോസസ്സ് ചെയ്യും. ഇൻ എ സിസ്റ്റം വേർ ഹാർഡ്വെയർ ക്ലിപ്പിംഗ് ഈസ് നോട്ട് അവൈലബിൾ, സോഫ്റ്റ്വെയർ ക്ലിപ്പിംഗ് അപ്ലൈ. സോഫ്റ്റ്വെയർ ക്ലിപ്പിംഗ് അപ്ലൈ ചെയ്താൽ ഹാർഡ്വെയർ ക്ലിപ്പിംഗ് കിട്ടില്ല. രണ്ട് വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ ഒരു ഫിഗർ കാണാം, ക്ലിപ്പിങ്ങിന് മുന്നുള്ളതും ക്ലിപ്പിങ്ങിന് ശേഷമുള്ളതുമായ ഫിഗർ കാണാം. നോക്കൂ, ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൻ്റെ ഇതാണ് ബിഫോർ ക്ലിപ്പിംഗ് ഒറിജിനൽ ഫിഗർ, അത് ആഫ്റ്റർ ക്ലിപ്പിംഗ്. അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഇത് ഔട്ട് സൈഡും പുറത്തേക്കും ഉണ്ട്, ഉള്ളിലുണ്ട്. അപ്പോൾ പുറത്തേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് പോകും. ഇവിടെ ഇത് ഇൻസൈഡാണ്, നോ പ്രോബ്ലം. ഇത് ഇൻസൈഡാണ്, നോ പ്രോബ്ലം. ഇതും എന്താണ്, പാർഷ്യലി ഔട്ട് സൈഡാണ്. ഇതും അതിൻ്റെയൊക്കെ പുറത്തേക്കുള്ള ആ ഭാഗം കട്ട് ചെയ്ത് പോകും. ലാസ്റ്റ് ഫിഗർ ഇങ്ങനെയാവും. ഈ ഒരു ലൈനില്ല കേട്ടോ, ഇത് ലൈൻ ഉണ്ട് തോന്നുന്നതാണ്, ഇവിടെ ലൈനില്ല. ഇങ്ങനെയാണ് ഫിഗർ വരിക. ഇനി ഒരു ക്ലിപ്പിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ക്ലിപ്പിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും. നമുക്ക് ആവശ്യമായ വിൻഡോയിൽ ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. ഫോർ ഐഡൻറ്റിഫൈ ദ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഏരിയ ഇൻ 3D ഒബ്ജക്റ്റിലെ വിസിബിൾ ഇൻവിസിബിളായ റീജിയൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പിന്നെ പറഞ്ഞത് സോളിഡ് മോഡലിംഗ്. സോളിഡ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഡെവലപ്മെൻറ്റ്, മോഡലിംഗ് ചെയ്യാൻ. സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ക്ലിപ്പിംഗ് വഴി കഴിയും. ഡ്രോയിങ്ങിന് കഴിയും, വരയ്ക്കാൻ അതും ഈ ക്ലിപ്പിംഗ് വഴി കഴിയും. പിന്നെ പോയിൻറ്റിങ്, ഡിലീറ്റിങ്, കോപ്പി, മൂവിങ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ക്ലിപ്പിംഗ് വഴി പോസിബിളാണ്. ഡിലീറ്റ് ചെയ്യാൻ, കോപ്പിങ് ചെയ്യാൻ, മൂവ് ചെയ്യാൻ, ഒബ്ജക്റ്റ് മൂവ്മെൻറ്റ്, ഒബ്ജക്റ്റ് ക്രിയേഷൻ, പോയിൻറ്റിങ്, ഡ്രോയിങ്, അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ ക്ലിപ്പിങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. Clipping can be applied to world coordinate. The contents inside the window will map to device coordinates, and the non-coordinate is complete world coordinate picture is assigned to device coordinates. Then clipping is viewport boundary is done. ക്ലിപ്പിംഗ് എന്ത് ചെയ്യണം, വേൾഡ് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞ വിൻഡോ ടു വ്യൂ പോർട്ടിലെ വിൻഡോ കോർഡിനേറ്റ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ആ കണ്ടൻറ്റിനെ വിൻഡോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെന്ത് ചെയ്യുക, ഡിവൈസ് കോർഡിനേറ്റാക്കി മാറ്റുക. അതായത് വിൻഡോനെ വ്യൂ പോർട്ടാക്കി മാറ്റുക. അത് തന്നെ. അനദർ ഓൾട്ടർനേറ്റീവ്സ് കംപ്ലീറ്റ് വേൾഡ് കോർഡിനേറ്റ് പിക്ചർ ഈസ് അസൈൻ ടു ഡിവൈസ് കോർഡിനേറ്റ്. സംഭവം എന്താണ്, നമുക്കവിടെ വിൻഡോ ടു വ്യൂ പോർട്ടിന് പകരം ഇവിടെ അത് യൂണിവേഴ്സൽ കോൺസെപ്റ്റിൽ നിന്നും ഡിവൈസ് കോൺസെപ്റ്റിലേക്ക് മാറുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വലുതിനെ ചെറുതാക്കി ക്ലിപ്പ് ചെയ്തിട്ട് ഒരുപാടെണ്ണം ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നല്ലോണം മനസ്സിലാക്കുക. ക്ലിപ്പിംഗ് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പലതരത്തിലുള്ള ക്ലിപ്പിംഗ് ഉണ്ട്. നമുക്ക് എത്ര തരം ഉണ്ടെന്ന് നോക്കാം. ബാക്കി ഓരോന്നും ഡീറ്റെയിൽസായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് പറയാം. ഫസ്റ്റ് പോയിൻ്റ് ക്ലിപ്പിംഗ്, ലൈൻ ക്ലിപ്പിംഗ്, ഏരിയ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ പോളിഗൺ ക്ലിപ്പിംഗ് എന്ന് പറയും. 4 കർവ് ക്ലിപ്പിംഗ്, 5 ടെക്സ്റ്റ് ക്ലിപ്പിംഗ്, 6 എക്സ്റ്റീരിയർ ക്ലിപ്പിംഗ്. അങ്ങനെ 6 എണ്ണമുള്ളത്. പോയിൻ്റ് ക്ലിപ്പിംഗ്, ലൈൻ ക്ലിപ്പിംഗ്, ഏരിയ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ പോളിഗൺ ക്ലിപ്പിംഗ്, കർവ് ക്ലിപ്പിംഗ്, ടെക്സ്റ്റ് ക്ലിപ്പിംഗ്, എക്സ്റ്റീരിയർ ക്ലിപ്പിംഗ്. ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചിട്ട് പോവാം. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ക്ലിപ്പിംഗ് എന്താണ് എന്നും ആപ്ലിക്കേഷനും ടൈപ്സും. ഓക്കെ, താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.